ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മാക്രോണിയുടെ റെസിപ്പിയാണ്. മാക്രോണി നമ്മളെ കിഡ്സിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പല രീതിയിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇതിന് ഓരോ ടൈപ്പിൽ ഉണ്ടാക്കുമ്പോൾ ഇതിന് ഓരോരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം. ഒരുപാട് സോസൊന്നും ഒഴിക്കാണ്ട് ഉണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മുടെ പാർട്ടികളിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസിൻ്റെ കൂടെ ഒരു സൈഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ മാക്രോണി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് നല്ല ടേസ്റ്റും ആയിരിക്കും ഇതിന്. ഞാൻ എന്തായാലും ഒരു ടേസ്റ്റ് ഗ്യാരണ്ടി തരികയാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് മക്രോണി ഉണ്ടാക്കേണ്ട ആ ഒരു പാത്രത്തിൻ്റെ മുക്കാലോളം വെള്ളം വെച്ച് കൊടുക്കുക. ഇത് വെള്ളത്തിന് പ്രത്യേക കണക്കൊന്നുമില്ല. നമ്മളെ മക്രോണി നല്ലോണം അതിലേക്ക് മുങ്ങി നിൽക്കണം. മക്രോണിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടാവണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒലീവ് ഓയിലായാലും സൺഫ്ലവർ ഓയിലായാലും സാരമില്ല. ഇത് മാക്രോണീസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ മാക്രോണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്നുകിണ്ടെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം നല്ലോണം തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ല തിള വന്നാൽ മാത്രം നമുക്കിതിലേക്ക് മാക്രോണി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഇപ്പോൾ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാക്രോണി ഇട്ട് കൊടുക്കാം. നിങ്ങൾ വെള്ളം വെക്കുമ്പോൾ എപ്പം ശ്രദ്ധിക്കണം, മാക്രോണീനേക്കാളും ഒരുപാട് കൂടുതൽ വെള്ളം ഉണ്ടാവണം. നമ്മളെ പാത്രത്തിൻ്റെ ഒരു മുക്കാലും വെള്ളം വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. അല്ലാന്ന് വെച്ചാൽ വെള്ളം വറ്റിയിട്ട് ഇതാകെ കുഴഞ്ഞു പോവും. അപ്പോൾ ഇതാ നമ്മുടെ മാക്രോണി ഇവിടെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒഴിച്ച വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ടുമുണ്ട്, മാക്രോണി വെന്തിട്ടുമുണ്ട്. ഇനി ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ള വെള്ളമെല്ലാം മാറ്റിയെടുക്കണം. വെറും മാക്രോണി മാത്രം നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ മാക്രോണി വേവിച്ചെടുത്ത ആ സെയിം പാത്രത്തിൽ തന്നെ ഞാൻ ഒരു 1.5 ടീസ്പൂണ് കൂടി ഒലീവ് ഓയിൽ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലായാലും യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഒലീവ് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, സവോള, പിന്നെ ഗാർലിക്ക്, ക്യാപ്സിക്കം, കേബേജ്, കുറച്ച് മല്ലിയില. ഇത്രയുമാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും മാക്രോണിയിൽ ഉപയോഗിക്കാൻ പറ്റിയ പച്ചക്കറികൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചൂടായ ഈ ഓയിലിലേക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ഇട്ട് കൊടുക്കുക. അത് വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. ഞാനൊരു 4 അല്ലിയോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഓയിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മാക്രോണിക്ക് നല്ലൊരു ഫ്ലേവർ തരും ഈ വെളുത്തുള്ളി ഇട്ടാൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാള ഞാനൊരു ചെറിയ സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ അരിയുമ്പോൾ എപ്പോഴും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കണം. എന്നാലും മാത്രമേ പച്ചക്കറി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടൂ. അതുകൊണ്ടാണ് ഇപ്പം ഞാനിത് ഒരു ചെറിയ ക്യാരറ്റും കൂടി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഫസ്റ്റ് സവാളേൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. കാരണം ഈ എടുത്തിരിക്കുന്ന പച്ചക്കറികളിൽ കുറച്ചൊരു വേവ് വേണ്ടത് ക്യാരറ്റിന് മാത്രമാണ്. ബാക്കിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്, ക്യാപ്സിക്കായാലും ക്യാബേജ് ആയാലെല്ലാം. അതുകൊണ്ട് ക്യാരറ്റിനെ നമുക്ക് സവാളേൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അവസാനം എല്ലാ പച്ചക്കറികളും കൂടി ഇട്ട് വഴറ്റിയെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ക്യാരറ്റ് നല്ല കറക്റ്റ് വേവിന് കിട്ടും. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടുന്ന പച്ചക്കറികളൊന്നും അധികം അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാനും പാടില്ല. അപ്പോഴും നമ്മുടെ മാക്രോണി ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ മസാലകൾ എപ്പോഴും വിട്ട് നിൽക്കണം. അതുകൊണ്ട് തന്നെ അധികം വേവിച്ചെടുക്കാൻ പാടില്ല. അതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങളൊരു മാക്രോണി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു മാക്രോണി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പോൾ ഞാനിത് ക്യാബേജ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ ക്യാരറ്റ് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ക്യാബേജ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാബേജിനും സവാളക്കെല്ലാം ഏകദേശം ഒരേ വേവ് തന്നെയായിരിക്കും ഉണ്ടാകുക. അതൊന്നും അധികം വെന്ത് അടിഞ്ഞും പോവില്ല. പക്ഷേ ക്യാരറ്റൊക്കെ വേവ് കൂടിപ്പോയാൽ അത് അടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. മാക്രോണിയിലാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി വഴറ്റിയെടുക്കാം.
പിന്നെ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. മാക്രോണിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ പച്ചക്കറിയിൽ ഉപ്പിടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിൽ നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതിനും ഉപ്പുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഉപ്പിടേണ്ടത്. ഉപ്പ് കൂടിപ്പോയാൽ ഏതൊരു ഐറ്റം ആയാലും ഉപ്പ് കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ അധികം മസാലകളൊന്നും ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല. കുരുമുളക് പൊടി തന്നെയാണ് ഇതിൽ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണോളം നമ്മുടെ ഡ്രൈ റെഡ് ചില്ലി പൊടിച്ചതുണ്ടല്ലോ, അതാണിത്, ക്രഷ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടാൻ പാടില്ല കേട്ടോ, മുളക് പൊടി ഇടാൻ പാടില്ല. ഡ്രൈ റെഡ് ചില്ലി മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് പിന്നെ റെഡ് ഡ്രൈ ചില്ലിയുമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം പെട്ടെന്ന് വേകുന്ന സാധനം ആയതുകൊണ്ടാണ് അവസാനം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില കംപ്ലീറ്റ് ഇടണ്ട, പകുതി മാത്രം ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം വീണ്ടും മിക്സ് ചെയ്യുക. നമ്മുടെ ആ ഒരു കുരുമുളകിൻ്റെയും മുളക് പൊടിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ്, പച്ച ടേസ്റ്റ് മാറിക്കിട്ടണം. അതുവരെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് ചെയ്യാം. പിന്നെ ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതൊന്നും ഞാൻ പ്രത്യേകം കാണിച്ചിട്ടില്ല. ചിക്കൻ ഫ്രൈ ഒക്കെ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യാറ് അതേപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ചെറിയ പീസസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ക്രഷ് ചെയ്തിടാൻ പാടില്ല, ഇതേപോലെ മുറിച്ച് കട്ട് ചെയ്തിടുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക മാക്രോണിക്ക്. അപ്പോൾ ചിക്കൻ ഫ്രൈ കൂടി ഇട്ട് ആ മസാലയിൽ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ മസാല നല്ല ടേസ്റ്റി മസാലയായിട്ടുണ്ട്. ഇതിൽ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും ഇടേണ്ട ആവശ്യമില്ല. വെറും കുരുമുളക് പൊടിയും നമ്മളെ ഡ്രൈ റെഡ് ചില്ലിയും മാത്രം ഇട്ടാൽ മതി. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിലും കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണോളം മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാലകളെല്ലാം ഈ പച്ചക്കറികളിൽ നല്ലോണം മിക്സായി കിട്ടണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മാക്രോണി ആഡ് ചെയ്യാൻ പാടുള്ളൂ. ആ പച്ച ടേസ്റ്റ് എല്ലാം മാറ്റിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാക്രോണി തന്നെ നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പോൾ എല്ലാം ഞാൻ നല്ലോണം മസാലയെല്ലാം പച്ചമണെല്ലാം മാറ്റി നല്ല ടേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം ഊറ്റി വെച്ച നമ്മുടെ വേവിച്ച മാക്രോണി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മാക്രോണി മസാലയായിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ മാക്രോണീൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാലകൾ പിടിക്കണം. ഇല്ലയെന്ന് വെച്ചാൽ മസാല മാത്രം വേറെ തന്നെ കട്ട കെട്ടി നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ മസാല തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അധികം വെന്ത് പോകാൻ പാടില്ല. അങ്ങനെ അധികം വെന്ത് പോയാലാണ് മസാല കുഴഞ്ഞ് നിൽക്കുക. അപ്പോൾ കുഴഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ മാക്രോണിൽ ശരിക്കും പിടിച്ച് കിട്ടൂല. അപ്പോൾ നമ്മൾ പച്ചക്കറി വേവിച്ചെടുക്കുന്ന സമയത്തും മാക്രോണി വേവിച്ചെടുക്കുന്ന സമയത്തിൽ അതിൻ്റെ വേവ് കറക്റ്റാക്കി എടുക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. മുട്ട ഇങ്ങനെ തന്നെ പൊട്ടിച്ച് വയ്ക്കണം. ആദ്യമേ ഒഴിക്കാൻ പാടില്ല. നമ്മൾ മാക്രോണീൻ്റെ മേലെ മുട്ട പൊട്ടിച്ച് വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റിൻ്റെ ആ ഒരു ഇത്. മുട്ട സെപ്പറേറ്റ് ഒഴിച്ചാലും ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ടാക്കി എടുത്താലുള്ള ടേസ്റ്റ്. അപ്പോൾ ആ മുട്ട നമ്മുടെ മാക്രോണീൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ. ഈ മുട്ട നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ മുട്ട മാക്രോണീൻ്റെ മേലെ വെച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് മാക്രോണീൻ്റെ എല്ലാ ഭാഗത്തും മുട്ടയും ഈ മസാലയും പിടിക്കും. ഇപ്പോൾ ഈ മുട്ട ഒഴിച്ചാലുള്ള ഇത് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാക്രോണീൻ്റെ ഉള്ള മസാലയും ആ മുട്ടേൻ്റെ ആ ഒരു നനവും കൊണ്ട് കറക്റ്റ് ഇതിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാക്രോണീൻ്റെ പണി. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഇതിന് അധികം മസാലകളൊന്നും ഇല്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇപ്പം ഞാനിത് മാക്രോണി എല്ലാ ഭാഗത്തും നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാക്രോണി അധികം കുഴഞ്ഞും പൊട്ടിപ്പോവോ ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ ഇളക്കുന്ന നേരം ചില മാക്രോണി വല്ലാണ്ട് കുഴഞ്ഞു പോകും. അത് നമ്മുടെ വേവ് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ മാക്രോണി വേവിച്ചെടുക്കുമ്പോൾ വേവ് ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായി ഞാൻ ആഡ് ചെയ്യുന്നത് 1 ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡറാണ്. അതായത് സാധാ ചിക്കൻ സ്റ്റോക്ക് ഞാൻ പൊടിച്ചെടുത്തതാണ്. ഇത് ലാസ്റ്റാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറി വഴറ്റുന്ന സമയത്ത് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. 1 ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവസാനമോ അല്ലെങ്കിൽ പച്ചക്കറി വേവിക്കുന്ന സമയത്തോ ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ ഇതാ മാക്രോണി ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മസാലയെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റാണ്, അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ എല്ലാ മാക്രോണി ഉണ്ടാക്കാറ് എങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമാവും ഈ മാക്രോണി. നിങ്ങൾക്ക് ലഞ്ച് ബോക്സ് കൊടുക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം തീർച്ചയായും അഭിപ്രായം അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടൂ. അപ്പോൾ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.